താങ്കൾ ഇവിടെ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരു സോഷ്യൽ മീഡിയ ട്രോൾ ഇങ്ങനെ വരുന്നുണ്ട്. താങ്കൾ കണ്ടിരുന്നോ? VS-ന്റെ ഒരു പ്രതികരണമൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഈ അടുത്ത് പ്രസംഗിച്ചല്ലോ, അതിൻ്റെ കൂടെ VS-ന്റെ ഒരു പ്രതികരണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ജന്മസിദ്ധമായി ഹാസ്യാനുഭവത്തിൻ്റെ ഒരാളാണ്. തമാശ പറയാൻ വളരെ ഇഷ്ടമാണ്. അന്ന് ഇവിടെ നമ്മളെ ഒരാളെ കൊന്നല്ലോ, എന്താ TP ചന്ദ്രശേഖർ. ചന്ദ്രശേഖരൻ്റെ വധത്തിൽ പാർട്ടി ആകെ ഒരു വിഷമത്തിലായി. അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ, കുടുങ്ങിയ ഒരു തവണ. ആ സമയത്ത് അത് പരിഗണിക്കാതെ VS അച്യുതാനന്ദൻ മറുവശത്ത് ചന്ദ്രശേഖരൻ്റെ കൂടെ കൂടിയൊരു വലിയ ഹലാക്കുണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഒറിജിനൽ തമാശൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, മക്കളെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതങ്ങനെ നടന്നോട്ടേ, ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ. അത് വലിയ വ്യാഖ്യാനം കൊടുത്തു. അച്യുതാനന്ദൻ്റെ പരിപാടി പണ്ട് തന്നെ മൂപ്പര് തമാശയിൽ അങ്ങനെ പറയാണ്, നാട്ടുകാർ, പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഗൗരവമായിട്ട് എടുക്കേണ്ട, അതങ്ങനെ നടന്നോട്ടേ അറിഞ്ഞു ഞാൻ. ഇതിങ്ങനെ ആക്കിയിട്ടുള്ളപ്പോൾ ഇത് മൊബൈലിലെടുത്തു. അപ്പോൾ മൊബൈലാണല്ലോ ഒക്കെ, എന്ത് പറഞ്ഞാലും ഇതിനകത്ത് കയറ്റി അത് അച്യുതാനന്ദനെ കൊണ്ടേ കാണിച്ചപ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നു. അതിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിയാണ്, അന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, TK ഹംസനെ ഞങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം ഏറനാടും തമാശ പറയുന്ന ഒരാളാണ്, ആ കൂട്ടത്തിൽ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി, ഗൗരവമായിട്ടുള്ളൊരു പ്രകടനമല്ല, അദ്ദേഹത്തിന് VS-നോട് ബഹുമാനമേ ഉള്ളൂ പറഞ്ഞു. അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അത് ഞാൻ ഇപ്പോഴും പറയും, ഇനി മുഖ്യമന്ത്രി ഒരു തമാശ പറയാൻ കിട്ടിയാൽ ഞാൻ പറഞ്ഞുകൂടായില്ല. അതിനിപ്പോൾ ആളെ വിരോധമാണ് കണക്കാക്കരുത്. അത് ഹാസ്യം. അതിനുശേഷം VS-നോട് സംസാരിച്ചോ? എത്ര പ്രാവശ്യം. VS-ആണ് എന്നെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രവാസി ക്ഷേമനിധി എന്ന ഒരു കമ്മീഷൻ ഉണ്ടാക്കിയാലോ, അതിൻ്റെ ചെയർമാനായിട്ട് അയാളാണ് നിയമിച്ച് ഈ അച്യുതാനന്ദൻ. അന്നാണല്ലോ പ്രവാസികൾക്ക് ക്ഷേമ പദ്ധതി ഉണ്ടാക്കിയത്. ആ പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു ഫസ്റ്റ്. അത് രൂപീകരിച്ച് അത് അദ്ദേഹം വിളിച്ച് തന്നാണ്. അപ്പം എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതൊക്കെ വ്യക്തിപരമായ തമാശ പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് പോവും. തൽക്കാലം ചീത്തൊക്കെ പറഞ്ഞു വരും. കുട്ടികൾ തെറ്റ് ചെയ്താൽ പോടാന്നാണ് തറക്കടിക്കണോട് എൻ്റെ കുട്ടിയല്ല എന്നർത്ഥമുണ്ടതിന്. അതുപോലെയാണ് അച്യുതാനന്ദൻ തന്നെ എന്നെ അതാക്കിയത്.